10 പേരെ ഒരുമിച്ച് കൂട്ടി നിർത്തി സമരം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ടീമാണ്. ആരെങ്കിലുമൊക്കെ സമരം ചെയ്യും. ആ സമരം ഒന്ന് ഒന്ന് തീ പിടിച്ചു കഴിയുമ്പം അതിന്റെ ഇടയ്ക്ക് എന്നിട്ട് ആള് കളിക്കും. ബ്രിട്ടാസിന്റെയൊക്കെ ഒരു അവസ്ഥയും ഈ ബ്രിട്ടാസിന്റെ കൂടെ നിൽക്കുന്ന ദേശീയ പാർട്ടിയുടെ നേതാവിന്റെ അവസ്ഥ. അപ്പൊ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ചൈനക്കാരുടെ ഓഫീസിൽ പോയ എന്തിനാണെന്ന് ചോദിച്ചപ്പം ഞാൻ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. Tell us, what are your China links, sir? How does that make sense that you go to the CJP protest first and then you go to the Chinese embassy for an event? I'm speaking. So, but please tell us. So, but this is important, sir. This is about national security. Behave like this. Sir, I'm not misbehaving, sir. Sir, this is a national security issue. Sir, please tell us, sir. What are your China links? Please go ahead. So, what are your China links, sir? How does this make sense that you go to the CJP protest first and then you go to a Chinese embassy event? So, please, sir. These are nations' questions. അതായത് മറ്റൊരു പിണറായി വിജയൻ കളിക്കാൻ നോക്കിയതാ. പിണറായി വിജയനെ പിന്നെ എല്ലാവർക്കും അറിയാം, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണെന്ന്. ഇതൊക്കെ എന്ത് ആറ്റിറ്റ്യൂഡ് ഇടുന്നതാണെന്ന് ദൈവം തമ്പുരാൻ പോലും അറിയത്തില്ല. ഇവിടുന്ന് ഇപ്പൊ അങ്ങ് ഡൽഹിയിലേക്ക് അങ്ങ് മാറിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാധ്യമങ്ങളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കഷ്ടപ്പാട്. CJP പ്രൊട്ടസ്റ്റിന് പോയതിനു ശേഷം നേരെ ചൈന എംബസി പോയി അവരുമായിട്ട് എന്ത് ഡിസ്കഷനാണ് ചെയ്തതെന്ന് ഉത്തരം പറയാനില്ലാത്ത ആളാണ് സോനം വാങ്ചൂക്കിനെ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് അവിടെ പോയി ഷോ കാണിക്കാൻ നിൽക്കുന്നത്. ഇത് ആരെ പൊട്ടനാക്കാനാണെന്നുള്ളതല്ല, എല്ലാ ജനങ്ങളും കാണുന്നുണ്ടെന്നുള്ളൊരു സാമാന്യ ബോധം ഈ പൊട്ടന്മാർ നമ്മളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നതിന് പെട്ടെന്ന് ആലോചിച്ചൂടെ. ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ മോദി ചെയ്താലും അതെ, ബേബി ചെയ്താലും അതെ, ആര് ചെയ്താലും അത് കാണാൻ ഇന്നത്തെ കാലത്ത് വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ളൊരു സാമാന്യ കോമൺ സെൻസ് ഇല്ലാത്തത് ഇവരെയൊക്കെ വിശ്വസിച്ച് പിന്നാലെ നടക്കുന്ന അണികളോടാണ് പറയാനുള്ളത്. അതായത് CJP പ്രൊട്ടസ്റ്റിന് പോവുക, അവിടെ പോയി ഇരുന്നതിന് ശേഷം നേരെ ചൈന എംബസിയിൽ പോയി അവരോടൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുക, എന്നിട്ട് ഫാസിസമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറയുക. അവർ ഇപ്പം അഭിജിത് ദീപ്കെ വെച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് ഒരു പേര് കേൾക്കുന്നത് സോനം വാങ്ചുക്കിൻ്റെയാണ്. അതായത് ആ CJP പേരിനേക്കാൾ, അതിൻ്റെ പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ നിൽക്കുന്ന ആൾക്കാരേക്കാൾ ഏറ്റവും കൂടുതൽ പേര് പബ്ലിസിറ്റിയൊക്കെ കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. അപ്പോൾ പുള്ളിയെ താഴ്ത്തണമെന്നുണ്ടെങ്കിൽ പുള്ളി ഇവിടെ അറസ്റ്റ് ചെയ്ത് മാറ്റിയേ പറ്റൂ. അത് മാറുമ്പം വീണ്ടും അഭിജിത് ദീപ്കെ ഈ പറയുന്ന നിരാഹാര സത്യാഗ്രഹം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു റീച്ച് കിട്ടും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇവരുടെയൊക്കെ അജണ്ട എന്താണ്? ഇവർ നീറ്റിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ അതിനെതിരെ പ്രതികരിക്കാനാണ് വന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നീറ്റിനെ കുറിച്ച് സംസാരിക്കാത്തത്? അവർ ജയ് ഭീം വിളിക്കുന്നു, അവിടെ വരുന്നവരൊക്കെ ശ്രീരാമനെയും സീതയും ചീത്ത വിളിക്കുന്നു, അവിടെ വരുന്നവരൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നു. അതൊക്കെ ആവശ്യം എന്താണ്? അപ്പോൾ അവരുടെ അജണ്ട വളരെ വ്യക്തമാകുന്നു എന്നുള്ളതല്ലേ. നീറ്റൊന്നും അല്ല ഇവരുടെ പ്രശ്നം. അവരുടെ പ്രൊപ്പഗണ്ടയും അജണ്ടയും ഒന്നും തന്നെ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. നീറ്റ് അവരുടെ ഒരു ഇര മാത്രമാണ്. ആ ഇരയിൽ BJP ഗവൺമെൻറ് കുത്തും, അല്ലെങ്കിൽ അത് കൊത്തി അതിനകത്ത് കയറി പിടിക്കാമെന്ന് വിചാരിക്കുന്ന ഇവന്മാരൊക്കെ മണ്ടന്മാരാണ്. എന്തായാലും ഇവരുടെയൊക്കെ അഭ്യാസം നമുക്ക് വീണ്ടും കാണാം.